ഹലോ, ഇന്ന് ഞാനൊരു സിമ്പിൾ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു താളിപ്പ്, വെണ്ടയ്ക്കയും തക്കാളിയും കൂടെ ഇട്ടിട്ട് ഒരു സിമ്പിൾ കറിയാണ്. കാരണം ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ ചോറ് ഉണ്ണാൻ. അപ്പോൾ എനിക്കിഷ്ടമുള്ള കറികളാണ് ഇങ്ങനത്തെ താളിപ്പ്, ഇങ്ങനത്തെ കറികളൊക്കെ. ഇവിടെ അച്ഛനും മോക്കൊന്നും ഇങ്ങനത്തെ കറികളോടൊന്നും വലിയ താല്പര്യമില്ല. അപ്പോൾ അവർക്കിന്ന് ഫുഡ് വേണ്ടാത്ത ദിവസമായതുകൊണ്ട് ഞാനിന്നും എനിക്കിഷ്ടപ്പെട്ടൊരു കറി ഉണ്ടാക്കുക. സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും നമുക്ക്. അപ്പോൾ ഇതാ നമുക്ക് കറി ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിന്ന് ഒരു ചെറിയൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഗ്യാസ് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കാം. അപ്പോൾ ഇതാ ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് ഒഴിക്കാം കേട്ടോ, ഞാൻ കുറച്ചൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ. ആവശ്യമുള്ളതിനനുസരിച്ച് ഓരോരുത്തർക്ക് കൂട്ടിയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് ചട്ടി ഇങ്ങനെ ചൂടായത് കൂടിപ്പോയി. അപ്പോൾ ഇനി അതിലേക്ക് കുറച്ച് കടുകും പൊട്ടിക്കുന്നേ. കുറച്ച് കടുക് ഇട്ടു. കടുക് ഞാൻ കുറച്ച് കൂടുതലിട്ടുണ്ട്, എനിക്കിഷ്ടം അത്. നല്ല ചൂടി വെളിച്ചെണ്ണ ഒഴിക്കാന്ന്. ഈ കടുകൊന്ന് പൊട്ടട്ടെ. ഈ വീഡിയോ എടുത്തു തരാനൊന്നും ആരുമില്ല കേട്ടോ, ഞാൻ മാത്രമുള്ളേ. അപ്പം ഞാൻ ഇങ്ങനെ ഇത് ഷെയ്ക്കാവുന്നൊക്കെ ഉണ്ട്. എന്നാലും എനിക്ക് പറ്റുന്ന പോലെ ഞാൻ എടുക്കുന്നു. അപ്പോൾ അതാ ഈ ചട്ടീൻ്റെ എല്ലാ ഭാഗത്തുനിന്നും എണ്ണ ആവാത്തതുകൊണ്ട് കേട്ടോ ഇങ്ങനെ പുകയുന്നത്. അപ്പോൾ കടുക് പൊട്ടി. ഇനി നമുക്ക് ഈ വെളുത്തുള്ളി എടുത്ത് വെച്ച വെളുത്തുള്ളി ലേശം എടുത്തിട്ട് ഇറക്കിയിടാം. വെളുത്തുള്ളിയും ചെറിയുള്ളി ഇടണേ. ഇത് നന്നായി ആക്കി കൊടുക്കാം. പെട്ടെന്ന് നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്, സിമ്പിൾ കറി. എണ്ണ കുറവായതുകൊണ്ട് ഇങ്ങനെ ചട്ടിയിൽ അതിൻ്റെ ഒരു കുറവ് കാണിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് വേണ്ട. എനിക്കിപ്പോൾ പനിയൊക്കെ മാറി എൻ്റെ ശബ്ദമൊക്കെ പോയിരിക്കുക. അപ്പോൾ ഞാൻ വെറുതെ എണ്ണയൊന്നും ഒരുപാട് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെളുത്തുള്ളി വാടി ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് അതിലൊരു പച്ചമുളകും കുടുങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ, പച്ചമുളക്. ഇനി തക്കാളിയാണ്, കുറച്ച് വലിയ തക്കാളി, ഇവിടുത്തെ തക്കാളി. അപ്പോൾ കുറച്ച് വേവ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് തക്കാളി ഇടാം. അങ്ങനെ തക്കാളി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി വഴണ്ട് വരട്ടെ. ഇത് നല്ല രസമാണ്. ഇങ്ങനെ വായിക്കൊക്കെ ഒരു ടേസ്റ്റ് ഇല്ലാത്ത സമയത്തൊക്കെ ഉണ്ടല്ലോ താളിപ്പ് കറി കൂട്ടുകാരനൊരു നല്ല സുഖമാണ്. അപ്പം ഇനി തക്കാളി ലേശം പെട്ടെന്ന് വഴലാൻ വേണ്ടിയിട്ട് ലേശം ഞാൻ ഉപ്പ് ചേർക്കുകയാണ്. ഒരിച്ചിരി ഉപ്പിട്ട് കൊടുക്കുക. ഇളക്കി കൊടുക്കുക. തക്കാളി ആവാൻ സമയം. ഭയങ്കര വലിയ തക്കാളി ആയതുകൊണ്ട് നാട്ടിലെ പോലെ നാടൻ തക്കാളിയല്ല, ഇത് വലിയ തക്കാളി. ഇപ്പോൾ കുറേ സമയമാണ് ഈ തക്കാളി ഒന്ന് വെന്തോടയാം. അല്ലെങ്കിൽ സാധാരണ തക്കാളി ആവാൻ പെട്ടെന്നാവുന്ന സാധനമല്ലേ, ഇതങ്ങനെ പെട്ടെന്നാവില്ല, കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഞാനിതൊന്ന് അടച്ചു വെക്കട്ടെ. ചെറിയ കിട്ടിയത് ഒന്ന് സിമ്മാക്കി കൊടുത്തൊന്ന് അടച്ചു വെക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു പണി ചെയ്യുകയാണേ. ഇപ്പം വിഷുവൊക്കെ വരികയല്ലേ, വിഷുവിന് കണിയൊക്കെ വെക്കണ്ടേ. അപ്പം ഞാനും വിളക്കും തട്ടും കിണ്ടിയൊക്കെ ഞാനിങ്ങനെ അത് വീണാസ് കറി വേൾഡിലെ വീണ ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ ചെയ്യുകയാണേ. എന്താണെന്ന് പറയുക, ഇതിൽ അവൾ ഉപയോഗിച്ചിരിക്കുന്നത് ആട്ടപ്പൊടിയും ഉപ്പ്, കുറച്ച് വിനാഗിരി എല്ലാം ചേർത്തിട്ട് വിളക്ക് തേച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കളർ വയ്ക്കുമെന്നാണ് പറഞ്ഞത്, നിറം വയ്ക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചു മറ്റേതൊക്കെ ആകുമ്പം കുറേ ഒരതി ഉണ്ടാക്കണ്ടേ. ഒന്നാമത് പനിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം അങ്ങോട്ട് ഒന്ന് സുഖമായി വരുന്നേ ഉള്ളൂ.
അപ്പോൾ ഞാൻ പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണെന്ന് പറഞ്ഞ വീണയുടെ വീഡിയോ കണ്ടപ്പം അപ്പോൾ അത് നോക്കിയിട്ട് ഞാനൊന്ന് ചെയ്യാണ്. അപ്പോൾ ഞാനിതാ ഇതൊക്കെ ഒന്ന് തേച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് വേണം ഇതൊക്കെ തേച്ച് വരതി വെക്കാൻ. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളതേ. അതിൻ്റെ ഇടയ്ക്ക് ഞാനിത് തുറന്ന് നോക്കിയിട്ടോ. തുറന്നപ്പോൾ ഇതാ ഇങ്ങനെയാണ്. ഒക്കെ വെണ്ടയൊക്കെ വറ്റി. ഇനി നമുക്കിതാ ഈ വെണ്ടയ്ക്ക ഒന്ന് എടുത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക ഇട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൽ പച്ചമുളക് ഞാനൊരു 2 പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. എനിക്ക് കൂടുതൽ എരിവൊന്നും വേണ്ട. വായ്ക്കിപ്പം മരുന്നെല്ലാം കഴിച്ചിട്ട് ഒരു ടേസ്റ്റും ഇല്ല. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഈ താളിപ്പ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പം ഞാൻ ഒരു 2 കുഞ്ഞ് പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. ഇനി ഇതിട്ടിട്ട് വെണ്ടയ്ക്കൊന്ന് നന്നായി ഒന്ന് വഴലട്ടെ. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം നമുക്ക്. ഇതിലേക്ക് ശരിക്കും വേണ്ടത് എന്താ പറയുക, കഞ്ഞിവെള്ളം ചേർക്കാൻ വേണ്ടത്. കഞ്ഞിവെള്ളം ഞാൻ എന്തായിന്നറിയോ, കഞ്ഞിവെള്ളം ചോറ് വെച്ച സമയത്ത് അങ്ങനെ ഊറ്റി കളഞ്ഞു പോയി. പിന്നെയാണ് ഞാൻ ഓർത്തത്, അയ്യോ ഈ വെണ്ടയ്ക്കും തക്കാളി താളിപ്പ് കറി ഉണ്ടാക്കാമായിരുന്നു. അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല. എന്താ പറയുക, കഞ്ഞിവെള്ളം ഇല്ലയെന്ന് വിചാരിച്ചിട്ട് നമുക്ക് താളിപ്പ് കറി ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊന്നുമില്ല. അപ്പോൾ അതിന് പകരം നമുക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ചൊന്നും കിട്ടരുത്, കുറച്ച് വെള്ളം. ഇതിപ്പോൾ എനിക്ക് ഒരാൾക്ക് മാത്രമാണ്. അപ്പോൾ ഞാനൊരു 1.5 കപ്പ് വെള്ളം ഒഴിക്കുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. അടച്ച് വയ്ക്കാം കേട്ടോ. അപ്പം ഇങ്ങനെയാവും. അങ്ങനെ ഞാൻ ഈ കറി ഒന്ന് തുറന്ന് നോക്കിയ സമയത്ത് എനിക്ക് ഒരു എരിവൊന്നും തോന്നുന്നില്ല. അപ്പോൾ എനിക്കൊരു ഇത്തിരി ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ ചേർക്കാം, വേണ്ടെങ്കിൽ ചേർക്കണ്ട. എനിക്കൊരു വായ്ക്കൊരു എരിവ് കിട്ടാതെ നോക്കിയിട്ട് ഒരു എരിവൊന്നും തോന്നണില്ല എനിക്ക്. ഇനിയിപ്പോൾ ഞാൻ മരുന്ന് കഴിച്ചിട്ട് അതിൻ്റെ തൊലിയൊക്കെ പോയതാണോ എന്നറിയില്ല. അപ്പോൾ ഞാൻ ഒരു ഇച്ചിരി കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ടുണ്ടേ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു കാര്യം ഞാൻ ചേർത്തിട്ടില്ല, കറിവേപ്പില. കാരണം എനിക്കിവിടെ കറിവേപ്പിൻ്റെ ഇല അങ്ങനെ കിട്ടാനില്ല. പിന്നെ 2 കറിവേപ്പിൻ്റെ ഇല ഞാൻ കുഴിച്ചിട്ട് മരത്തിൽ നിന്ന് പറിക്കാനൊരു മടി എനിക്ക്. ഇതാണ് കറിവേപ്പിൻ്റെ ഇല. എന്താണെന്നറിയില്ല, വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തതാണ് നല്ലോണം. ഞാൻ 2-3 ദിവസമായിട്ട് പനിയായി കിടപ്പായിപ്പോയി. അപ്പോൾ ഇങ്ങനെ വാടി കിടക്കുന്നുണ്ട് ഇല. ഈ വെള്ളമൊക്കെ ഞാൻ നന്നായി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്താണെന്നറിയില്ല, ഞാനിത് ആ വാടിക്കിടക്കുന്നത് എന്താണെന്ന് അറിഞ്ഞൂടാ. ഇനിയിപ്പം ആ ഇല ഞാൻ എടുക്കാതെ നിൽക്കുന്ന വിഷുവിന് എന്തെങ്കിലും അവിയലിനും സാമ്പാറിനൊക്കെ കറിവേപ്പിൻ്റെ ഇല ആവശ്യമല്ലേ. അതുകൊണ്ട് ഞാൻ ഇന്നത്തേക്ക് വേണ്ടിയിട്ട് എടുത്ത് വെക്കുക കേട്ടോ. അല്ലാതെ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കറിവേപ്പിൻ്റെ ഇല എടുക്കാത്തത്. ചിലപ്പോൾ കടയിൽ പോയാൽ ചിലപ്പോൾ കിട്ടിക്കോളണമെന്നൊന്നുമില്ല. കിട്ടും, പക്ഷേ അതൊരു എന്താ പറയുക, ഒരു മണമുള്ളതൊന്നുമല്ല. അതിപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ ഉള്ളതായതുകൊണ്ട് നല്ല മണമുള്ളതാണ്. പക്ഷേ എന്താണെന്നറിയില്ല, ഇപ്പോൾ നല്ല ചൂട് കൂടി ഇവിടെ. അതുകൊണ്ടാണോ ഇനി ഉണക്കം വരികയാണോ എന്താ അറിയില്ല, നല്ല ഉഷാറിലുണ്ടായി വരുന്ന സാധനമായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കറിവേപ്പിൻ്റെ ചേർത്തില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ കറി ഫൈനൽ റെഡിയായി. തക്കാളി വെണ്ടയ്ക്ക താളിപ്പ്. പിന്നെ ഫൈനലി ഞാനിതാ ഒരു ബൗളിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കറി. ഇങ്ങനെയാണ് ഈ താളിപ്പ് കറി ഉണ്ടാവുക.